ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുക. ഒന്നാം ചോദ്യം, ഗലാത്യ അധ്യായം 5-ൽ ആകെ എത്ര വാക്യങ്ങൾ? 26. ഗലാത്യ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യം. ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് എവിടേക്ക്? സ്വാതന്ത്ര്യത്തിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. എന്തുകൊണ്ട്? സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് കൊണ്ട്. ചോദ്യം 5, എന്തിന് നിങ്ങൾ ഇനിയും വിധേയരാകരുത് എന്നാണ് പൗലോസ് പറയുന്നത്? അടിമത്തത്തിൻ്റെ നുകത്തിന്. ചോദ്യം 6, അടിമത്തത്തിൻ്റെ നുകത്തിന് നിങ്ങൾ ഇനിയും എന്ത് ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്? വിധേയരാകരുത്. ചോദ്യം 7, ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല എന്ന് പൗലോസ് പറയുന്ന സാഹചര്യമെന്ത്? നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ. ചോദ്യം 8, പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും പൗലോസ് വീണ്ടും ഉറപ്പിച്ച് പറയുന്നത് എന്ത്? അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്. ചോദ്യം 9, നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ആരോടുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെടുന്നത്? ഉത്തരം, ക്രിസ്തുവിനോടുള്ള. ചോദ്യം 10, നിയമത്താലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൂടാതെ എന്തുകൂടെ സംഭവിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, കൃപാവരത്തിൽ നിന്നും നിങ്ങൾ വീണ്ടു പോവുകയും ചെയ്തിരിക്കുന്നു. ചോദ്യം 11, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, നീതി. ചോദ്യം 12, ഞങ്ങളാകട്ടെ ആരിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. ചോദ്യം 13, യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് കാര്യമല്ലാത്തത് എന്തെല്ലാം? പരിച്ഛേദനമോ അപരിച്ഛേദനമോ? ചോദ്യം 14, ആരിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമില്ലാത്തത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. ചോദ്യം 15, എങ്ങനെയുള്ള വിശ്വാസമാണ് സുപ്രധാനം? സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. ചോദ്യം 16, എന്ത് അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? സത്യത്തെ. ചോദ്യം 17, അല്പം പുളിപ്പ് എന്തു ചെയ്യുന്നു? മുഴുവൻ നാവിനെയും പുളിപ്പിക്കുന്നു. ചോദ്യം 18, എൻ്റെ വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന് ആരിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്? കർത്താവിൽ. ചോദ്യം 19, നിങ്ങളിൽ എന്തുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. അസ്വസ്ഥത. ചോദ്യം 20, നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് എന്തു ലഭിക്കും? ശിക്ഷ. ചോദ്യം 21, അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല. എങ്ങനെ? പരിച്ഛേദനത്തിന് അനുകൂലമായി. ചോദ്യം 22, നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും എന്തു ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? അംഗവിച്ഛേദനം. ചോദ്യം 23, ഗലാത്യ 5:13 സംബോധന എന്ത്? സഹോദരരെ. ചോദ്യം 24, എപ്രകാരമാണ് ദാസനെ പോലെ പരസ്പരം സേവിക്കേണ്ടത്? സ്നേഹത്തോടുകൂടെ. ചോദ്യം 25, സ്നേഹത്തോടുകൂടെ ആരെ പോലെ പരസ്പരം സേവിക്കുവാൻ എന്നാണ് പറയുന്നത്? ദാസരെ പോലെ. ചോദ്യം 26, നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് എന്തിൽ? ഉത്തരം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ. ചോദ്യം 27, നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും എഴുതുകയും ചെയ്ത് എന്തു ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിനെന്നാണ് പൗലോസ് പറയുന്നത്? നശിപ്പിക്കാതിരിക്കാൻ. ചോദ്യം 28, ഗലാത്യ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ചോദ്യം 29, എന്തിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കും എന്നാണ് പൗലോസ് പറയുന്നത്? ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് എന്ത് ചെയ്യുമെന്നാണ് പൗലോസ് പറയുന്നത്? വ്യാപരിക്കുവിൻ. ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പൗലോസ് പറഞ്ഞത് എന്തിനെക്കുറിച്ച്? ജഡമോഹങ്ങളെക്കുറിച്ച്. ജഡമോഹങ്ങൾ എന്തിന് എതിരാണ്? ആത്മാവിന് എതിരാണ്. ചോദ്യം 33, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്തിനെതിരാണ്? ജഡത്തിന്. ആത്മാവ് നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾ എന്തിന് കീഴല്ല? നിയമത്തിന്. ചോദ്യം 35, ജഡത്തിൻ്റെ എന്ത് എല്ലാവർക്കും അറിയാം? വ്യാപാരങ്ങൾ. എന്തിൻ്റെ വ്യാപാരങ്ങളാണ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ജഡത്തിൻ്റെ വ്യാപാരങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര? 15. ജഡത്തിൻ്റെ വ്യാപാരങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ പെടുന്നവർ എവിടെ പ്രവേശിക്കുകയില്ല? ദൈവരാജ്യത്തിൽ.
ആത്മാവിൻ്റെ ഫലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഗലാത്യ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങളേവ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. എന്തിനെതിരെയാണ് ഒരു നിയമവും ഇല്ലാത്തത്? ആത്മാവിൻ്റെ ഫലങ്ങൾക്ക്. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ എന്തിനെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാൻ കഴിയുന്നത് എപ്പോൾ? നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ. നാം പരസ്പരം എങ്ങനെയാകാതിരിക്കട്ടെ എന്നാണ് ഗലാത്യ 5:26 പറയുന്നത്. പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും.